നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് റിസ്ക് ആണ്. റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, ഏറ്റെടുക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റിസ്ക്. ഇതുപോലെ ലാഭവും ഇല്ലാതിരിക്കുക, നഷ്ടവും ഇല്ലാതിരിക്കുക, ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റിസ്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഒരു അസറ്റിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഒന്നോ അതിലധികമോ കമ്പനികളുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പല അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് വഴി നമുക്ക് റിസ്കിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ പറയുന്നത്. ഇതനദർ ടോപ്പിക് ഇൻവോൾവിങ് അൺസർട്ടനിറ്റി ആണ്. ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ നമുക്കെങ്ങനെ ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോസ് ദാറ്റ് യു ആർ കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് $100 in 2 different companies, one that makes sunglasses and one that makes raincoats. അപ്പോൾ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാണ് $100 നമ്മൾ 2 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കമ്പനി എന്ന് പറയുന്നത് ദാറ്റ് മേക്സ് ദ സൺഗ്ലാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയും, മറ്റൊന്ന് റെയിൻ കോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുമാണ്. ദ ലോങ് റേഞ്ച് വെതർ ഫോർകാസ്റ്റേഴ്സ് ഹാവ് ടോൾഡ് യു ദാറ്റ് നെക്സ്റ്റ് സമ്മർ ഈസ് ഈക്വലി ലൈക്ലി ടു ബി റെയിനി ഓർ സണ്ണി. അപ്പോൾ എന്താണ് വെതർ ഫോർകാസ്റ്റേഴ്സൊക്കെ നമ്മളോട്, അല്ലെങ്കിൽ അതുവഴി നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്, നെക്സ്റ്റ് സമ്മർ എന്ന് പറയുന്നത് റെയിനി ആകാനും അതുപോലെ സണ്ണി ആകാനും സാധ്യതയുണ്ട്. ഈക്വലി ലൈക്ലിയാണ്. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 50-50 ചാൻസാണ് ഉള്ളത്. ഹൗ ഷുഡ് യു ഇൻവെസ്റ്റ് യുവർ മണി? എങ്ങനെയാണ് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വുഡ് ഇറ്റ് മേക്ക് സെൻസ് ടു ഹെഡ്ജ് യുവർ ബെറ്റ്സ് ആൻഡ് പുട്ട് സം മണി ഇൻ ഈച്ച്? അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓരോ കമ്പനിയുടെയും, അല്ലെങ്കിൽ 2 കമ്പനിയിലും കുറച്ച് പണം വീതം ഇൻവെസ്റ്റ് ചെയ്യുക. ബൈ ഡൈവേഴ്സിഫൈയിങ് യുവർ ഹോൾഡിങ്സ് ഓഫ് ദി 2 ഇൻവെസ്റ്റ്മെൻറ്റ്സ് യു ക്യാൻ ഗെറ്റ് എ റിട്ടേൺ ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് that is more certain and therefore more desirable if you are a risk averse person. അപ്പോൾ എന്താണ്, 2ലും ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യും, യു ക്യാൻ ഗെറ്റ് എ റിട്ടേൺ ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് മോർ certain ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. കുറച്ചാണ്, അല്ലെങ്കിൽ 50-50 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് therefore more desirable if you are a risk averse person. നമ്മൾ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കതാണ് കുറച്ചുകൂടി ലാഭകരമായിട്ട് ഉള്ളത്. ഇനി സപ്പോസ് ഫോർ എക്സാമ്പിൾ ദാറ്റ് ഷെയർസ് ഓഫ് ദ റെയിൻകോട്ട് കമ്പനി ആൻഡ് ദ സൺഗ്ലാസസ് കമ്പനി കറൻ്റ്ലി സെൽ ഫോർ $10 a piece. അതായത് $10 സൺഗ്ലാസ് കമ്പനിയും അതുപോലെ റെയിൻകോട്ട് കമ്പനിയും അവരുടെ ഷെയർസ് വിൽക്കുന്നത്. ഷെയർസ് വിൽക്കുന്നതല്ല, ഒരു പീസ് സൺഗ്ലാസും അതുപോലെ ഒരു പീസ് റെയിൻകോട്ടും അവർ വിൽക്കുന്നത് $10. ഇഫ് ഇറ്റ് ഈസ് എ റെയിനി സമ്മർ, ഇനി നെക്സ്റ്റ് സമ്മർ റെയിനി ആണെങ്കിൽ ദ റെയിൻകോട്ട് കമ്പനി വിൽ ബി വർത്ത് $20 ആൻഡ് ദ സൺഗ്ലാസ് കമ്പനി വിൽ ബി വർത്ത് $5. റെയിനി സമ്മർ ആണെങ്കിൽ റെയിൻകോട്ട് കമ്പനിക്കായിരിക്കും കൂടുതൽ ലാഭം, അതാണ് $20 എന്ന് പറഞ്ഞിരിക്കുന്നത്. സൺഗ്ലാസ് കമ്പനിക്ക് അതപ്പോൾ ലാഭം കുറവായിരിക്കും, $5. ഇനി നേരെ തിരിച്ച് ഇഫ് ഇറ്റ് ഈസ് എ സണ്ണി സമ്മർ, അതായത് നല്ല വെയിലുള്ള ഒരു സമ്മറാണെങ്കിൽ പേ ഓഫ്സ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യും. സൺഗ്ലാസ് കമ്പനിയിൽ ലാഭം കൂടുതലും റെയിൻകോട്ട് കമ്പനിയിൽ ലാഭം കുറവുമായിരിക്കും. ഇഫ് യു ഇൻവെസ്റ്റ് യുവർ എൻ്റയർ $100 ഇൻ ദ സൺഗ്ലാസ് കമ്പനി, ഇനി നമ്മൾ എൻ്റയർ $100 നമ്മൾ സൺഗ്ലാസ് കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ ടേക്കിംഗ് എ ഗാമ്പിൾ ദാറ്റ് ഹാസ് എ 50% ചാൻസ് ഓഫ് ഗിവിങ് യു $200 ആൻഡ് എ 50% ചാൻസ് ഓഫ് ഗിവിങ് യു $50. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിൽ മാത്രം നമ്മൾ ഫുൾ $100 ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് സൺഗ്ലാസ് കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ
സണ്ണി സമ്മർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് $50 ആയിരിക്കും അവരുടെ വെർത്ത് റുപ്പീസ്, അല്ല അവരുടെ കയ്യിലുള്ള പണം. അല്ലെങ്കിൽ $200 ആണ്. 50-50 ചാൻസ് ഓഫ് occurring these two outcomes. The same magnitude of payoffs results if you invest all your money in the sunglass company. അതായത് മുഴുവനും പണവും സൺഗ്ലാസ് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സെയിം കാര്യമായിരിക്കും സംഭവിക്കുന്നത്. നേരെ തിരിച്ചാണെന്ന് മാത്രം. അതായത് എന്താണ് $20 എന്ന് പറയുന്നത് എന്തായിരിക്കും? $50. അതുപോലെ റെയിൻ കോട്ടിൻ്റെത് $200 ആകാനുള്ള സാധ്യതയുണ്ട്. എക്സ്പെക്റ്റഡ് പേ ഓഫ് in either case you have expected payoff of $125. But look what happens if you put half of your money in each. ഇനി രണ്ടിലും പ്രത്യേകം ഹാഫ് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെ 50-50 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ സംഭവിക്കുന്നത്? Then if it is sunny you get $100 from sunglass investment, $25 from the raincoat investment. But if it is rainy you get $100 from the raincoat investment and $25 from the sunglass investment. Either way you end up with $125 for sure. അപ്പോൾ അങ്ങനെ വരുമ്പോൾ $125 നമുക്ക് ഷുവറായിട്ടും കിട്ടുന്ന എമൗണ്ട് ആണെന്ന് പറയാം. ബൈ ഡൈവേഴ്സിഫൈയിങ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ന്യൂ കമ്പനീസ് യു ഹാവ് മാനേജ്ഡ് ടു റെഡ്യൂസ് ദ ഓവറോൾ റിസ്ക് ഓഫ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് വൈൽ കീപ്പിംഗ് ദ എക്സ്പെക്റ്റഡ് പേ ഓഫ് ദ സെയിം. എക്സ്പെക്റ്റഡ് പേ ഓഫ് സെയിം ആയിട്ട് നിർത്തിക്കൊണ്ട് ഓവറോൾ റിസ്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ വാസ് ക്വൈറ്റ് ഈസി ഇൻ ദിസ് എക്സാമ്പിൾ. ദ ടു അസറ്റ്സ് വെയർ പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ്. രണ്ട് അസറ്റ്സ് പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. വെൻ വൺ വെൻറ്റ് അപ്പ് ദ അതർ വെൻറ്റ് ഡൗൺ. ഒന്ന് മുകളിലേക്ക് പോയാൽ മറ്റൊന്ന് താഴേക്ക് വരും. Pairs of assets like this can be extremely valuable. അതായത് അസറ്റ്സ് എടുത്തിരിക്കുന്നു. ഇപ്പം pairs of assets like this can be extremely valuable because they can reduce the risk so dramatically. അപ്പോൾ ഇങ്ങനെ അസറ്റ് വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് എക്സ്ട്രീംലി വാല്യബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ they can reduce risk dramatically. But alas they are also very hard to find. പക്ഷേ ഓൾസോ വെരി ഹാർഡ് ടു ഫൈൻഡ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. മോസ്റ്റ് അസറ്റ് വാല്യൂസ് മൂവ് ടുഗദർ. വെൻ GM stock is high, so is Ford stock, is Goodrich stock. But as long as asset price movements are not perfectly positively correlated. Asset price movements എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് അല്ല. there will be some gains from diversification. അത് ഡൈവേഴ്സിഫിക്കേഷൻ വഴി കുറച്ച് there will be some gains. അതിന് കുറച്ച് ഗെയിൻസും ഉണ്ടാകാം. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പേ ഓഫിലൊരു വ്യത്യാസം വരുത്താതെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനാണ്.